ഈ നമ്മുടെ ക്രിമിനൽ കേസുകളിലെ ആ, നടത്തിപ്പെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കേസ് അത് 3 സ്റ്റേജുകളാണ് അതിനകത്ത് കേട്ടോ. അതായത് ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി ആൻഡ് ട്രയൽ. ഇതാണ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അന്വേഷണം. ഇൻക്വയറി അതായത് കോടതി അതിൽ ഈ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ സമൺസ് ഒക്കെ അയച്ച് പ്രതികൾക്ക് സമൺസോ വാറണ്ടോ ഒക്കെ അയച്ച് അവർ ഹാജരാകുന്നത് വരെയുള്ള പീരീഡ്, അതായത് കോടതി ചാർജ് ഫ്രെയിം ചെയ്യുന്നവരുള്ള പീരീഡ്, അതാണ് ഇൻക്വയറി എന്ന് പറയുന്നത്. അതായത് കുറ്റപത്രം സമർപ്പിക്കുന്നത് മുതൽ അത് കമ്മിറ്റ് ചെയ്യുക. മർഡർ കേസാണെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്യുക. സെഷൻസ് കോടതി സ്വന്തമായിട്ടോ അല്ലെ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്കോ അത് മേക്ക് ഓവർ ചെയ്ത് എടുക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറ്റപത്രം പ്രതിയെ വായിച്ച് കേൾപ്പിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതാണ് ചാർജ് ഫ്രെയിം ചെയ്തെന്ന് പറയുന്നത്. ഇതുവരെയുള്ള ഭാഗമാണ് ഇൻക്വയറി എന്ന് പറയുന്ന സ്റ്റേജ്. അത് കഴിഞ്ഞ് ഉള്ളത് ട്രയലാണ്, വിചാരണ എന്ന് പറയുന്നത് ഈ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് അത് രേഖപ്പെടുത്തുന്നത് മുതൽ, അതായത് ചാർജ് ഫ്രെയിം ചെയ്യുന്നത് മുതൽ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരെ, അതായത് ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരെ. ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിചാരണ കോടതിയുടെ തന്നെ ജഡ്ജ്മെൻറ്റ്. അത് ഞാൻ ഫൈനൽ എന്ന് പറയാൻ കാരണമുള്ളത്, ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊലക്കേസുകളിൽ തൂക്കാൻ വിധിക്കാതിരിക്കട്ടെ, വധശിക്ഷ കൊടുക്കാൻ വിധിക്കുക, അങ്ങനെയുള്ള കേസാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് പോലും ആവുന്നില്ല. കാരണം അത് ഹൈക്കോടതിയുടെ കൺഫർമേഷൻ വേണം. അപ്പോൾ ഹൈക്കോടതിയുടെ കൺഫർമേഷൻ ഉള്ള ഇതുവരെയും കൊടുക്കുന്നത് വരെയും വിചാരണയാണ്. അല്ലാതെ ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുത്തങ്ങ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ ജഡ്ജ്മെൻറ്റ് തീരും. അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഈ ട്രയൽ തീരുന്നുള്ളൂ. അപ്പോൾ വിചാരണ. അപ്പോൾ ഇതിനകത്ത് 3 ഭാഗത്തിൽ 2 ഭാഗത്ത് കുഴപ്പം വന്നാലും ഈ ഇൻക്വയറിയിൽ കുഴപ്പമൊന്നും വരാനില്ല. അതുമൂലം ട്രയലിനെ ഒന്നും അത് ബാധിക്കത്തില്ല, വിചാരണയെ ഒന്നും ബാധിക്കുന്നില്ല. നേരെ മറിച്ച് ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണത്തിൽ വലിയ പാളിച്ചകളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രതി രക്ഷപ്പെട്ടു പോകുന്നതിനിടയാകാം, പ്രതിക്ക് കേസ് വെറുതെ വിട്ടു പോകുന്നതിനിടയാകും. അല്ലെങ്കിൽ വിചാരണയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അതാകും. ഇവിടെ ഞാനിത് പറയാൻ വന്നത് റിയാസ് മൗലവി മർഡർ കേസ്, അതായത് റിയാസ് മൗലവിയുടെ കൊലപാതകം, അതിൻ്റെ ഈ ജഡ്ജ്മെൻറ്റ് വായിക്കാനിടയായി. അപ്പോൾ അത് വായിക്കാനിടയപ്പോൾ അതായത് ഇപ്പോൾ നമ്മളിതും തിരിച്ചറിയേണ്ട ഒരു കാര്യം, അതിപ്പോൾ അപ്പീൽ കിടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട്, പോകാൻ പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എന്നാലും ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഇന്നത്തെ ജുഡീഷ്യറിയുടെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് പറയുകയാണ്. അപ്പം അതിൽ ആ ജഡ്ജ്മെൻറ്റ് വായിക്കാനിടയായപ്പോൾ അതിനകത്ത് ഒരു വളരെ പ്രത്യേകതയുള്ള 1-2 കാര്യം കാണാനിടയായി. ഒരെണ്ണം കോടതി കുറ്റം കണ്ടേക്കുന്നത് ആ കേസിൽ അതിലെ അന്വേഷണത്തിൽ വലിയ പാളിച്ചൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ആ ജഡ്ജ്മെൻറ്റിൽ നിന്ന് തന്നെ വേറൊന്നും കാണാനില്ല. അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 27 റിക്കവറിയിൽ, അതായത് 27 ഡിസ്കവറി എന്നാണ്. റിക്കവറി നമ്മൾ പേരിൽ പറയും, എന്നാലും ഡിസ്കവറിയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ 27-ാം വകുപ്പ് അനുസരിച്ചുള്ള പ്രതി കൊടുക്കുന്ന വിവരമനുസരിച്ച് പ്രതി നയിച്ചതനുസരിച്ച് പോയി കണ്ടെടുക്കുന്ന തെളിവ് ഒരു ഡിസ്കവറിയാണ്. ആ ഡിസ്കവറിക്ക് അത് എവിഡൻഷ്യറി വാല്യൂ ഉണ്ടെന്നാണ്. സാധാരണഗതിയിൽ പ്രതി പോലീസിനോട് പറയുന്ന കാര്യങ്ങൾക്ക് വിലയിലൊന്നുമില്ല, ഒരു എവിഡൻഷ്യറി വാല്യൂ ഇല്ല. നേരെ മറിച്ച് ഈ 27-ാം വകുപ്പിനകത്ത് വരുന്ന ഈ ഇടപാടാണെന്നുണ്ടെങ്കിൽ അതിന് വിലയുണ്ട്. അപ്പോൾ അതിന് ഇൻഡിപെൻഡൻ്റ് വിറ്റ്നസിനെ, അതായത് അവിടെ ആരെങ്കിലും അവർ ചിലപ്പം പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് പറയും, ചിലപ്പോൾ പ്രതികൂലമായിട്ട് പറയും, ചിലപ്പോൾ എന്തെങ്കിലും ഒന്നും പറഞ്ഞു തന്നിരിക്കുകയില്ല. അങ്ങനെയുള്ള കാര്യത്തിനകത്ത് അത് ഇൻഡിപെൻഡൻ്റ് വിറ്റ്നസിനെ വിസ്തരിച്ചില്ല. അതായത് ഇത് ഒരു സ്വതന്ത്ര സാക്ഷികളെ വിസ്തരിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം. യഥാർത്ഥം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് പോലീസ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഈ പ്രതിയുമായി പോയി അത് എടുത്തിട്ടുണ്ട്, കണ്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വിലയുള്ളത് തന്നെയാണ്. അത് ആ കൊണ്ടുവന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞാൽ മതി. അല്ലാതെ അതിന് വേറെ കൂടുതൽ ആളുകളൊന്നും പറയണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല, ഒരു കാര്യമുള്ളതല്ല. ഇപ്പം സീൻ മഹസർ എന്നൊക്കെ പറയുന്നത്, സീൻ മഹസറിലെ സാക്ഷി ചിലപ്പം പറഞ്ഞു തന്നിരിക്കും, അത് ഈ സാക്ഷി പ്രതിക്ക് വേണ്ടപ്പെട്ടവനാണെങ്കിൽ പറഞ്ഞു തന്നിരിക്കും, ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ സീൻ മഹസറിനകത്ത് സാക്ഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതേ ഉള്ളൂ കാര്യം. അത് അയാൾ കണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല. ആ സീൻ മഹസർ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ മതി, ഒരു കുഴപ്പമുള്ളതല്ല.
പിന്നെ ഇപ്പം ഇത് ഇനി അത് മാത്രമല്ല, ഇതിനകത്ത് വളരെ വളരെ രസകരമായ ഒരു കാര്യം കണ്ടത്, അതായത് ഈ പ്രതി പറഞ്ഞ് നയിച്ച അനയിച്ചനുസരിച്ച് 27-ാം വകുപ്പ് അനുസരിച്ച് കൊടുത്ത മൊഴി അനുസരിച്ച് പോയി ഈ അയാൾ സംഭവ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അതേപോലെ തന്നെ ആയുധം ഈ കത്തിയും കണ്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള, അതായത് ഈ കത്തിയിലുള്ള ബ്ലഡ് ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ ബ്ലഡാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 2-3 ദിവസം അങ്ങാണ്ട കഴിഞ്ഞാണ് ഈ പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പ്രതികൾ. അപ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞിട്ട് ഇയാളെ ബ്ലഡ് കത്തിപ്പരട്ടിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല ഒരിക്കലും. കാരണം ഈ ബ്ലഡ് എന്ന് പറയുന്നത് അത് ക്ലോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അത് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അത് ബ്ലഡായിട്ട് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് ക്ലോട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ. അതേപോലെ തന്നെ ഈ പ്രതിയുടെ വസ്ത്രത്തിൽ കണ്ട രക്തം ഈ മരിച്ചുപോയ കൊല്ലപ്പെട്ട ആളിൻ്റെ രക്തമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഫോറൻസിക് എക്സാമിനേഷന് മനസ്സിലായി. അതും ഇതേപോലെ ഇവരെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇവൻ്റെ മുണ്ട് കൊണ്ടുവന്ന് അല്ലെ അത് ഉടുത്തിരുന്ന വസ്ത്രം കൊണ്ടുവന്നിട്ട് ഈ മൗലവിയുടെ, അതായത് ശവശരീരത്തിൽ നിന്ന് രക്തം മുക്കിക്കൊണ്ടുവന്നാന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം 3 ദിവസം കഴിഞ്ഞുള്ള കാര്യമാണ് ഇത്. ഈ തെളിവ് എങ്ങനെ കോടതി കളഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത് ധാരാളം മതി. കാരണം പ്രതിയുടെ, അതായത് ഈ കുത്തിയ കത്തി കണ്ടെടുക്കുന്നു, അതിനകത്ത് ബ്ലഡ്, ഇതൊക്കെ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്ന സാധനമാണ്, വേറെ എങ്ങുന്നുമല്ല. എന്നിട്ട് അവിടെ കൊണ്ടുവരുന്ന മുണ്ട്, പ്രതിയുടെ വീട്ടിൽ ഈ ഏതായാലും മരിച്ചുപോയ റിയാസ് മൗലവി അയാൾ മുണ്ട് കൊണ്ടുവെക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. എന്തായാലും അയാൾ DNA നടത്തി, ആ DNA വരെ ചെയ്തിട്ട് അതിൽ നിന്ന് ഈ മരിച്ചുപോയ ആളുടെ ആണെന്ന് തെളിഞ്ഞു. പിന്നെ എന്താ കോടതിക്ക് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഒരു കേസ് ശിക്ഷിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിന് ഒരുപാട് നല്ല ഡിസ്കഷനൊക്കെ വേണം, അതിനകത്ത് വളരെ കാര്യമായിട്ടൊക്കെ വേണം. ഈ തെളിവ് എനിക്ക് വിശ്വസിക്കാൻ വയ്യ എന്ന് പറഞ്ഞങ്ങ് വെറുതെ വിടാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ പലരും എടുക്കുന്ന ഒരു കുറുക്കുവഴിയാണ് കേസ് വെറുതെ വിടാനുള്ള ഒരു മാർഗം എടുത്ത് കാണാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇതിനകത്തെ ആ ജഡ്ജ്മെൻറ്റിനകത്ത് അത്തരം വളരെ വികലമായ രീതിയിലാണ് ഈ എവിഡൻസ് എടുത്ത് കളഞ്ഞേക്കുന്നത്. എങ്ങനെ ഡിസ്ബിലീവ് ചെയ്തെന്നുള്ളത് അതിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. എനിക്കറിയാൻ വയ്യ എങ്ങനെയാണെന്ന്. ആർക്കും ഡിസ്ബിലീവ് ചെയ്യാൻ പറ്റുന്ന, അവിശ്വസിക്കാൻ പറ്റുന്ന ഒരു തെളിവല്ല അത്. കാരണം ഈ മരിച്ചുപോയ ആളിൻ്റെ, കൊല്ലപ്പെട്ട ആളിൻ്റെ DNA ആ വസ്ത്രത്തിൽ നിന്ന്, പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം കൊണ്ട് ചെയ്തതാണെന്ന് ആർക്കും ഒരിക്കലും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇന്ന് വരെ പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു തമാശയും കൂടെ അതിൽ നിന്ന് ഞാൻ കാണുന്നു. കാരണം അതിനെ ഡിസ്ബിലീവ് ചെയ്യാൻ എടുത്തേക്കുന്ന ഒരു കാരണം ഈ പ്രതിയുടെ DNA നോക്കിയില്ലെന്ന് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് അവൻ്റെ മുണ്ടല്ല, അല്ലെ അവൻ കത്തിയിൽ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട്, ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് കേട്ടോ, അത് പ്രോസിക്യൂഷൻ ചെയ്തില്ലെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രതിക്ക് പോലും ഇല്ലാത്ത ഒരു കേസാണ് കോടതിക്കുള്ളത്. പ്രതിക്ക് ഇങ്ങനൊരു കേസില്ല. ഈ മുണ്ട് കൊണ്ടുവച്ചെന്നോ, അല്ലെങ്കിൽ ഇതുപോലെ കൊണ്ടുവച്ചെന്നോ, ഇതുപോലെ മുണ്ടെടുത്തുകൊണ്ട് പോയി അവൻ്റെ മുണ്ടെടുത്തുകൊണ്ട് പോയി ഇയാളെ ബ്ലഡിൽ മുക്കിയെന്നോ ഒന്നുമില്ല. ഈ പ്രതി ഉപയോഗിച്ചിരുന്ന മുണ്ട്, വസ്ത്രം, അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തേക്കുന്ന വസ്ത്രം, അത് അയാളെയാണെന്ന് തെളിയിക്കാൻ വേണ്ടി DNA ടെസ്റ്റ് നടത്തിയിട്ടില്ല, പ്രതിയുടെ DNA പരിശോധിച്ചില്ലെന്നാണ് കോടതി പറയുന്നത്. ഇതിലൊക്കെ എന്ത് വളരെ വൈകല്യമുള്ള കാര്യമാണെന്നറിയോ. യഥാർത്ഥത്തിൽ ഈ പ്രതിയുടെ അഭിഭാഷകനും തന്നെ ഞെട്ടിത്തരിച്ചു കാണും ഈ വിധി കണ്ടിട്ട്. പ്രതിക്ക് തന്നെ ഇപ്പം മുമ്പോട്ടും പുറകോട്ടും നോക്കിയിരിക്കും ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചേക്കുന്നതെന്ന് നോക്കിയിരിക്കുമായിരിക്കും. കാരണം ആ രീതിയിൽ അങ്ങ് പോയേക്കുക. പിന്നെ അടുത്തത് വളരെ ഒരു തമാശയുള്ളൊരു കാര്യം, പ്രതികളുടെ RSS ബന്ധം തെളിയിക്കാനായില്ലെന്ന്. RSSും ASSും എന്തോ ആയിക്കോട്ടെ, ഒരാൾ കൊന്നോ ഇല്ലയോ എന്നുള്ളതാണ് തെളിയിക്കേണ്ടത്. ഈ കുറ്റകൃത്യം നടത്തിയെന്നുള്ളതാണ്. അയാൾ ഏത് രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏത് സംഘടനയുടെയോ ആളായാലും എന്താ കാര്യം? അപ്പം അത് കോടതിയുടെ ജുഡീഷ്യൽ നോട്ടീസ് എടുക്കേണ്ട കാര്യമാണോ? പ്രതി RSSകാരനായതുകൊണ്ട് കൊല്ലുന്നു, RSSകാരനായ മുസ്ലിമിന് കൊല്ലുമോ? ആ കാഴ്ചപ്പാട്, ആ മുൻവിധി എടുത്തേക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റായ ഒരു സന്ദേശമല്ലേ കൊടുക്കുന്നത്? ഇവരുടെ RSS ബന്ധം തെളിയിച്ചെന്നിരിക്കട്ടെ, തെളിയിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തീരുമോ? ഇത് RSSകാരനല്ല, ഏത് ആളായാലും ശരി, ഒരാളെ ഒരുത്തനെ കൊന്നോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ അയാളുടെ രാഷ്ട്രീയ ബന്ധമോ അല്ലാതെ അയാളുടെ പ്രതിയുടെ ഏത് സംഘടനയപ്പെടുന്നത് ഇത് നോക്കേണ്ട ഒരു കാര്യമുള്ളതല്ല. മോട്ടീവിനൊന്നും ഇതിനകത്ത് യാതൊരു ഇമ്പോർട്ടൻസും ഉള്ള കാര്യവും ഉള്ളതല്ല ഇതിനകത്ത്.
അതായത് ഇത് സാഹചര്യ തെളിവുകളാണ്. കാരണം കണ്ട സാക്ഷികൾ കുറവല്ലേ, ആരുമില്ല. പിന്നെ മറ്റ് സാഹചര്യ തെളിവുകളൊക്കെ ഇതിനകത്ത് ആവശ്യമുള്ള സാഹചര്യ തെളിവുകളൊക്കെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു തെറ്റും അതിനെ കാണാനില്ല. ആ പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഷാജിത്ത് നമ്മുടെ യശസ്വരനായ ശ്രീ എം അശോകൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ക്രിമിനൽ അഭിഭാഷകൻ എൻ്റെ മുമ്പിൽ ഒരുപാട് കേസ് നടത്തിയിട്ടുള്ളതാണ്. ഈ നമ്മുടെ ശ്രീ എം അശോകൻ്റെ ജൂനിയറാണ്. അദ്ദേഹത്തിൻ്റെ സീനിയർ മോസ്റ്റ് ജൂനിയറാണ് ഈ പറയുന്ന ഷാജിത്ത് വളരെ മിടുക്കനായ ഒരു അഭിഭാഷകനാണ്. അയാൾ എൻ്റെ മുമ്പ് കേസ് നടത്തിയിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അയാൾ അത് നോക്കി വളരെ കാര്യമായിട്ടാണ്, അയാളായിരുന്നു ഇതിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു കേസാണ് ഇത്. വെറുതെ ഇത് ഒരു കാര്യവും ഇല്ലാതെ ഒരു കേസ് വെറുതെ വിട്ടേക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടേക്കുന്നതാണിത്. ഇനി ബാക്കി എനിക്ക് അറിഞ്ഞൂടെ, ബാക്കി ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് തമാശകൾ ഞാൻ പിന്നെ അതിനകത്ത് കണ്ട്, പിന്നെ ഞാൻ അതൊന്നും വിശദമായിട്ട് ഇനി പറയുന്നില്ല. കാരണം ആ ജുഡീഷ്യൽ ഓഫീസർക്ക് ഒരു എംബരാസ്മെൻ്റ് ഉണ്ടാകേണ്ട എന്ന് വിചാരിച്ച. പക്ഷേ ഇങ്ങനെയല്ല ഒരു ജോലി ചെയ്യേണ്ടത്. ഇത് ഈ നമ്മളെ ഒന്നാമത് ഇതിൻ്റെ പ്രശ്നം എന്തെന്നറിയാം, ഡയറക്റ്റ് എവിഡൻസും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും സാഹചര്യ തെളിവുകളും അതായത് നേർ തെളിവുകളും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വയ്യാത്തതിൻ്റെ ഒരു പ്രശ്നവും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താ അറിയോ, ഈ നേരെയുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ സാക്ഷി തെളിവ്. സാക്ഷികൾക്ക് കള്ളം പറയാൻ പറ്റും, വിറ്റ്നസ് മേ ലൈ ബട്ട് സർക്കംസ്റ്റാൻസ് കനോട്ട്. അതാണ് അതിൻ്റെ പ്രിൻസിപ്പിള്. സാഹചര്യത്തിന് കള്ളം പറയാൻ ഒക്കത്തില്ല. ഇപ്പോൾ പ്രതിയുടെ വസ്ത്രം പ്രതിയുടെ വീട്ടിൽ നിന്ന് പ്രതി പറഞ്ഞനുസരിച്ച് കണ്ടെടുത്തത്, ഇനി അയാളുടെ വീട്ടിൽ നിന്ന് വേറെ വല്ലവരും വസ്ത്രം കൊണ്ടുവച്ചെന്ന് കാണാൻ ആർക്കെങ്കിലും ഒരു കേസ് ഉണ്ടായിരുന്ന ഈ കാര്യമില്ല, ഒന്നുമില്ല. അവിടുന്ന് കണ്ടെടുത്തേക്കുന്ന കത്തി, അതിൽ 1-3 പ്രതികളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തേക്കുന്ന സാധനങ്ങളിൽ, വസ്ത്രങ്ങളിൽ ഇയാളുടെ ബ്ലഡ്, ഈ കൊല്ലപ്പെട്ട ആളുടെ രക്തം വരിക, അത് DNA പരിശോധനയോടെ തെളിവാക്കുക. അതിന് DNA പോലും ആവശ്യമില്ല, ഗ്രൂപ്പ് മാത്രം മതി. ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതാണ് കാര്യം, വേറെ ഒന്നും വേണ്ട. ഈ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിച്ച്, ഇനി മരിച്ചുപോയ ആളിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിച്ച്, അല്ലെങ്കിൽ അത് അന്വേഷിച്ച് ആളിൻ്റെ അടുത്ത് അറിഞ്ഞ്, അല്ലെങ്കിൽ അയാളുടെ ആധാർ കാർഡ് നോക്കി അത് കണ്ടുപിടിച്ചതിന് ശേഷം ചിലപ്പം ഇത് ഈ ഏതെങ്കിലും അതേപോലെ വല്ല ആടിൻ്റെയോ പോത്തിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യൻ്റെയോ ഏതെങ്കിലും ഇതേ ഗ്രൂപ്പിലുള്ള ഒരു രക്തം കൊണ്ടുവന്ന് അതിൽ മുക്കി വെച്ചതാണ് എന്നൊരു കേസ് ഇവർക്കുണ്ടായിരുന്നു. ഈ കുഴപ്പമില്ല, അങ്ങനെ കേസ് ഞാൻ കണ്ടില്ല. പക്ഷെ കോടതിക്ക് അങ്ങനെയുള്ള കേസുകളാണ് ഉള്ളത്. അതായത് എങ്ങനെ ഒരു കേസ് വെറുതെ വിടണം എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തേക്കുന്ന കുറച്ച് ജഡ്ജ്മെൻറ്റായി അടുത്ത സമയത്ത് കാണാനിടയായിട്ടുണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് ഇതെന്നേ എനിക്ക് മനസ്സിലാകുന്നുള്ളൂ കണ്ടിട്ട്. അത് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, ഈ ഓഫീസർക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതൊരു ബേസിക്സ് പോലും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഈ കേസ് വെറുതെ വിട്ടുപോയേക്കുന്നത്. അത് വെറുതെ ആ പ്രോസിക്യൂഷന് പഴി വരും. ആ ഷാജിത്ത് വളരെ നല്ല രീതിയിൽ അത്ര ആത്മാർത്ഥമായിട്ട് നടത്തിയേക്കുന്നതാണ് ആ കേസ് പ്രോസിക്യൂഷൻ. അതിന് പിന്നെ ഒരാളെ കുറ്റം പറയാൻ പറ്റും, ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, പ്രോസിക്യൂഷൻ അങ്ങനെ ചെയ്തില്ല, മറ്റേ ഇതിൻ്റെ മഹസറിൻ്റെ മൂലമടങ്ങിയിരുന്നതാണ്, അല്ലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ പിന്നെ അതിനകത്ത് അതുണ്ട് ഇതുണ്ട്, ഇതൊക്കെ പറയേണ്ട ഒരു കേസ് വെറുതെ ഇടുക എന്ന് പറയുന്നത് ഒരിക്കലും ഭൂഷണമല്ല ജുഡീഷ്യറിക്ക്. കാരണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടെങ്കിൽ പോലും അതുമൂലം കുറ്റക്കാരനായ ഒരു പ്രതി ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ലെന്നുള്ള പ്രിൻസിപ്പിളാണ് ഉള്ളത്. എത്രയോ സുപ്രീം കോർട്ടിൻ്റെ എത്രയോ ഡിസിഷൻസ് ഉണ്ട്, സുപ്രീം കോടതിൻ്റെ എത്രയോ ഡിസിഷൻസ് ഉണ്ട്, അതിൽ വെറുതെ വിടാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്ന പോലെ സാഹചര്യ തെളിവുകൾ ഒരിക്കലും സാഹചര്യങ്ങൾക്ക് കള്ളം പറയാൻ പറ്റത്തില്ല, സാക്ഷികൾക്ക് കള്ളം പറയാൻ പറ്റും. ഇതൊക്കെ സാഹചര്യമല്ലേ, ഇതൊക്കെ എന്തിനാണ്? മാത്രമല്ല ഇവരൊക്കെ ഏതാണ്ട് ഒരുപാട് കേസുകൾ, അതായത് പണ്ട് ഏതാണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഈ പ്രതികൾ ഇടപെട്ടിട്ടുണ്ട്, അതായത് വർഗീയ സംഘടനകളിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും കേസ് എടുത്തിട്ടില്ലെന്ന്. അതിന് കേസെടുക്കാത്തത് എന്ന് പറയുന്നത് ഈ കൊല്ലപ്പെട്ടവൻ്റെ കുഴപ്പമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതിന് അവർ പോലീസുകാർ കേസെടുത്തില്ല, അത് പോലീസുകാർക്കല്ലേ അതിൻ്റെ കാരണം. അത് ഈ കേസ് തമ്മിൽ ബന്ധമൊന്നും ഉള്ളതല്ല, പ്രയർ കോണ്ടാക്റ്റ് ഒന്നും ഇതിനകത്ത് വലിയ കാര്യമൊന്നും ഉള്ളതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ യഥാർത്ഥത്തിൽ ഈ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടത് അല്ല എന്നൊരിക്കലും പറയാൻ ഒരു ന്യായവും കാണുന്നില്ല. കാരണം ഈ ബ്ലഡിൻ്റെ മാത്രം എക്സാമിനേഷൻ മാത്രം മതി. ഈ DNA, അതായത് കൊല്ലപ്പെട്ടയാളുടെ DNA എവൻ്റെ വസ്ത്രത്തിൽ കാണാനിടയായത് എങ്ങനെയെന്നുള്ളത് മാത്രം ഒന്ന് ഗണിച്ചാൽ മതിയായിരുന്നു. അത് കോടതി നോക്കിയിട്ടില്ല. അതൊന്നും ശ്രദ്ധിക്കാതാണ് ആ ജഡ്ജ്മെൻ്റ് എഴുതിയേക്കുന്നത്. ഞാൻ വായിച്ചു. വികലമായ ഒരു വിധി എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. യഥാർത്ഥത്തിൽ അത് ശരിയല്ല, അത് ശരിയായ നിയമവശം പരിശോധിച്ചിട്ടില്ല.
ഫാക്ട്സ് ശരിയായിട്ട് അപഗ്രഥിച്ചിട്ടില്ല. അതിനകത്ത് പഠനത്തിൻ്റെ അല്പം കുറവുള്ളതായിട്ട് അത് വെളിവാകുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി അവസാനമായിട്ട് എന്താ സംഭവിച്ചേക്കുന്നത്? നീതി നിഷേധിക്കപ്പെടുകയാണ് അവിടെ.